ആവേശത്തള്ളലും തുള്ളലുമായി കൊട്ടിക്കലാശവും കഴിഞ്ഞു. ആറ്റിങ്ങലിലെ കൊട്ടിയിറക്കം ദേശീയപാതയിലെ കച്ചേരി ജംഗ്ഷനിലായിരുന്നു. അണികളും നേതാക്കളും ആവേശത്തിമിർപ്പിലമർന്ന കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആളുകൾക്ക് ദുരിതമായി. ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചത് 1.5 മണിക്കൂർ. റോഡിൽ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ സൗകര്യപ്പെടും വിധം മുന്നണികൾക്ക് സ്ഥലങ്ങൾ നിർണയിച്ചു കൊടുത്തിരുന്നതാണ്. എന്നാൽ പ്രചരണ വാഹനങ്ങളും പ്രവർത്തകരും റോഡ് കയ്യേറിയതോടെ ഗതാഗതം കുരുങ്ങി തുടങ്ങി. 4:15 മണിയോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും വിലക്കുകൾ ആവേശത്തിമിർപ്പിലാണ്ട അണികൾ കേട്ടില്ല. പിടിപ്പുകേടിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി പോലീസുകാർ എല്ലാം കണ്ടുനിന്നു. കൊടും ചൂടിൽ പൊള്ളി ദീർഘദൂര ബസ്സുകൾ മണിക്കൂറുകളോളം കിടന്നിടത്ത് തന്നെ കിടന്നു. ബസ്സുകൾക്കുള്ളിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. വിയർപ്പിൽ കുളിച്ച് ബസ്സിൽ പുറത്തിറങ്ങി പലരും ചോദിച്ചു, ഇതൊക്കെ ആരോട് വാശി തീർക്കാൻ? കൊട്ടിക്കലാശം നടക്കുന്നിടം വഴി ആംബുലൻസുകൾ പോലും കടന്നു പോകാൻ ഏറെ പണിപ്പെട്ടു. 1 മണിക്കൂറോളം വൈദ്യുതി വിതരണവും മുടങ്ങി. വൈദ്യുതി കമ്പിയെ തൊട്ടും തൊടാതെയും സ്ഥാനാർത്ഥികളുമായി പൊങ്ങുന്ന ക്രെയിനുകൾ. അപകടമുണ്ടാകാതിരിക്കാൻ KSEB ഫ്യൂസ് ഊരിവെച്ചു. അതിലും ജനം വിയർത്തു. ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടപ്പോൾ സ്വകാര്യ ബസ്സുകൾ പലതും സർവീസ് നിർത്തിവെച്ചു. അതോടെ രാത്രി നേരം ഒരുപാട് പേർ ബസ് സ്റ്റാൻഡിൽ കുടുങ്ങി. കൊട്ടിക്കലാശത്തിൻ്റെ പേരിൽ ഓരോ പാർട്ടികളും പൊടിച്ചത് ലക്ഷങ്ങൾ. പാതകൾ കയ്യേറിയും വഴി തടഞ്ഞും ഇനിയും വേണു ഇത്തരം കൊട്ടിക്കലാശങ്ങൾ.